Kita saya minta mendengar saya itulah. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു പ്രാവശ്യം കെറ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് കെറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. ഓക്കെ ഗൈസ്, നമ്മളതിൽ എന്തുണ്ട്, ബ്രെഡുണ്ട്. ബ്രെഡ് നമ്മൾ തിന്നാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇനി ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ചീത്തം. അപ്പോൾ ബ്രെഡ് വെച്ച് ഗുലാബ് ജാം ഉണ്ടാക്കാമെന്ന് വെച്ചു. ബ്രെഡുണ്ട്, പാലുണ്ട്, ശിവാനിന് കുറച്ച് എണ്ണ എടുത്തായിരുന്നു, അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഇവിടെ ഇപ്പം നമ്മൾ ആവണയുണ്ട്, പിന്നെ ബ്രെഡ് ഇതേപോലെ നമ്മൾ സ്ലൈസ് മാറ്റിയിട്ട് ഇതേപോലെ ആക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് വാച്ച് ഇറ്റ് ഹൗ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബ്രെഡാണ് മിച്ചം വന്നത്. ഇത് നമ്മൾ തിന്നും. പിന്നെ കെറ്റിലാണ് നമ്മൾ ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുലാബ് ജാമുൻ പൊടിക്കുന്നു ഗൈസ്. എന്നാൽ നമുക്ക് ഗുലാബ് ജാമുൻ സ്റ്റാർട്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സ്ലൈസ് സൈഡുള്ള ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ബ്രെഡ് വൈറ്റ് കളർ മാത്രമാക്കി നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിൽ പാലില്ല, മിൽക്ക് പൗഡറുണ്ട്. മിൽക്ക് പൗഡറിൽ ഹോട്ട് വാട്ടർ ചേർത്ത് കലക്കിയിട്ട് ഇതിലൊഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ഗുലാബ് ജാമിനുള്ള എണ്ണയും റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആവണിയാണ് ഇത് ഫ്രൈ ആയി വരുമെന്നൊരു ഡൗട്ടുണ്ട്. കാരണം കെറ്റിലാണ് എങ്ങനെ ഫ്രൈ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഫ്രൈ ആയി വരണോ എന്നുള്ളൊരു ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ സെറ്റ് പാൽ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റേ അവളെ ഇത് കൊടുക്കുന്ന അവളുടെ അടുത്ത് പോയിട്ട് അവളുടെ ഒരു പാത്രമുണ്ട്, കുക്കർ പോലത്തെ, അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയാലും ചോദിച്ചു. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് പഞ്ചസാര ലായനിയും നമ്മൾ ഈ ഗ്ലാസ്സിലാണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഗുലാബ് ജാമ് നമ്മൾ ഉണ്ടാക്കാൻ പഞ്ചസാര മുക്കി തിന്നേണ്ട അവസ്ഥ വന്നു. ഗ്യാസ് ഫ്ലോപ്പ് അല്ല ഗ്യാസ് കണ്ട ഗ്യാസ് ഫ്ലോപ്പായി പോയി ഗ്യാസ്. ആദ്യമായിട്ടാണ് ഗ്യാസ് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയി ഗ്യാസ്. കെറ്റിൽ നല്ലപോലെ ചൂടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ